ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഇഫ്താർ സമയത്ത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീന് പകരമായിട്ട് ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡീവൈൻ ചെയ്തെടുത്ത ചെമ്മീനാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ആ ചെമ്മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഞാൻ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ സവാള ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ മസാലകളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മസാലയിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മൈദ അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓയിലാണ് മസാല ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു സോസ് പാൻ എടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പോള ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതിതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്പൂൺ വെച്ചിട്ടും ആക്കി കൊടുക്കാം, കൈ വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ മസാല എല്ലായിടത്തും ഒരുപോലെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സൈഡിൽ നിന്നാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ശേഷം നടുവിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാറ്റി വെച്ച ചെമ്മീനുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ക്യാപ്സിക്കാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗം കുറച്ച് കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റൊരു പാനിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ കൊണ്ടുള്ള ഈ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഇഫ്താറിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്